പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് മാർച്ച് 19 വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണത്തിരുനാൾ ദിവസമാണ്. തിരുസഭയിൽ ഈശോയുടെ തിരുനാളുകൾ കഴിഞ്ഞാൽ, മാതാവിന്റെ തിരുനാളുകൾ കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ ഏറ്റവും പ്രാധാന്യത്തോടെ ഓർമ്മിക്കുന്നത് വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ പേരാണ്. അദ്ദേഹം നീതിമാനായിരുന്നുവെന്ന് ദൈവം അദ്ദേഹത്തെ വാഴ്ത്തുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഈശോയുടെ വളർത്തുപിതാവ്, പരിശുദ്ധ അമ്മയുടെ ഭർത്താവ്, അനേകം കാര്യങ്ങളിൽ തിരുസഭ മധ്യസ്ഥനായി കണ്ടു വണങ്ങുന്നയാൾ. അങ്ങനെ ഏറെ പ്രാധാന്യം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിനുണ്ടെന്ന് നമുക്കറിയാം. തിരുവചനങ്ങളിലും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു വാക്ക് പോലും അദ്ദേഹം സംസാരിച്ചിട്ടില്ലെങ്കിലും ജീവിതം കൊണ്ടും മാതൃകകൾ കൊണ്ടും അനേക പുസ്തകങ്ങൾക്കുള്ള കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ആ വ്യക്തിത്വം കാണാനും സ്വീകരിക്കാനും അദ്ദേഹത്തിൻ്റെ ആത്മീയ പക്വതയുടെ വളർച്ചയുടെ തലങ്ങളിലേക്ക് നമുക്കും എത്താനും ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോയോട് പറയുന്നു, ലോകം നിങ്ങളെ വെറുക്കും. ലോകം നിങ്ങളെ വെറുക്കുന്നതിന് കാരണം നിങ്ങൾ ലോകത്തിൻ്റെതാണെങ്കിലും നിങ്ങളെ ഞാൻ ലോകത്തിൽ നിന്ന് മാറ്റി എൻ്റേതാക്കി മാറ്റിയിരിക്കുന്നു, ദൈവത്തിൻ്റെതാക്കി മാറ്റിയിരിക്കുന്നു. ഓരോ ക്രിസ്തീയ വിശ്വാസിയും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഓർമ്മ ഇതാണ്: ഞാൻ ലോകത്തിനാണെങ്കിലും ലോകത്തിൻ്റെതല്ല. ലോകത്തെ തന്നെ മറ്റൊരു കാഴ്ചപ്പാടോടെ കാണാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ഒരുപക്ഷെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വെള്ളത്തിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ വീണതുപോലെയാണ് നമ്മുടെ ജീവിതം. എണ്ണ വെള്ളത്തോട് പെട്ടെന്നൊന്നും കലരില്ല. അത് എണ്ണയായിട്ട് തന്നെ നിൽക്കും. നമുക്കത് തെളിഞ്ഞ് കാണുകയും ചെയ്യാം. വെള്ളത്തിലേക്ക് തന്നെ ചേർക്കാതെ കലർത്താതെ അത് എണ്ണയുടെ ഒരു തുള്ളിയായി തന്നെ അത് തുടരുന്നല്ലോ. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്, അല്ലെങ്കിൽ ഇതുപോലെ ആവണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നമ്മൾ ലോകത്തിൽ ജീവിക്കാൻ ദൈവം നമ്മളെ ഇവിടെ നിയോഗിച്ചിരിക്കുന്നു, നമുക്ക് ഇവിടെ ജന്മം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കാനുള്ള വിളിയാണ് നമുക്കുള്ളത്. നമുക്ക് ഇന്ന് ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ ലോകത്തിൻ്റെ വഴികളിലേക്ക് വീണു പോകുന്ന എല്ലാവരും മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാനും ദൈവത്തിൻ്റെ വഴികളിൽ ജീവിക്കുവാനും, ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ജീവിക്കാനും, സ്വർഗത്തിലേക്ക് നോക്കി ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളെ അങ്ങയുടേതായി അങ്ങ് വിളിച്ചിരിക്കുന്നല്ലോ, തിരഞ്ഞെടുത്തിരിക്കുന്നല്ലോ. ഞങ്ങൾ ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങൾ ഞങ്ങളെ പല രീതിയിൽ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും ആടി വിളിക്കുകയും ചെയ്യുമ്പോഴും അതിനേക്കാൾ പ്രധാനമായി അങ്ങയുടെ സ്വരം ഓരോ നിമിഷവും ഞങ്ങളുടെ മനസാക്ഷിയിലും ചെവികളിലും കേൾക്കാനും, ലോകത്തിൻ്റെ ചതിക്കുഴികളിലേക്കും തിന്മയുടെ തന്ത്രങ്ങളിലേക്കും വീഴാതെ അങ്ങയുടെ വഴികളിൽ മാത്രമായിരിക്കുവാനും, അങ്ങനെ ലോകത്തിലായിരുന്നുകൊണ്ട് ലോകത്തിൻ്റെതല്ലാതെയായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ നോമ്പും ഉപവാസവും പ്രായശ്ചിത്തവും എല്ലാം ആ ഒരു ആത്മീയ പക്വതയിലേക്ക് വളരാനും ആ ബോധ്യം സ്വന്തമാക്കാനും ഞങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.